അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വീണ്ടും ഒരു പെരുന്നാളിൻ്റെ സുദിനത്തിൽ അള്ളാഹു നമ്മളെ എത്തിച്ചിരിക്കുകയാണ്. വലില്ലാഹിൽ ഹംദ്. അള്ളാഹുവിനാണ് സർവ്വ സ്തുതികൾ. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മളിൽ എപ്പോഴും തെറ്റുകൾ സംഭവിക്കാമല്ലോ. ഒരു തെറ്റ് നമ്മളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റ് നമ്മളെ മാനസികമായി വല്ലാതെ പ്രയാസപ്പെടുത്തും. അതൊരു മനുഷ്യ പ്രകൃതിയാണത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളുമെല്ലാം അവൻ ചെയ്യുന്ന പാപങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്നാൽ അതേ സമയം നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നിർവൃതിയും നൽകുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ത്യാഗം എത്രമാത്രം ഒരു നന്മയ്ക്കുണ്ടോ അത്രമാത്രം സന്തോഷം അതിൻ്റെ പരിസമാപ്തിയിലുണ്ടായിരിക്കും. നമ്മൾ വളരെയധികം അധ്വാനത്തോടു കൂടി ഒരു കാര്യം ചെയ്തിട്ട് അത് അവസാനിക്കുമ്പോഴും അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ. എന്ന പോലെ തന്നെ ത്യാഗപൂർണമായ നന്മകൾക്ക് അതിൻ്റെ പരിസമാപ്തിയിൽ വളരെ വലിയ സന്തോഷം ഉണ്ടായിരിക്കും. ഒരു മാസത്തെ നമസ്കാരവും നോമ്പും എല്ലാ പ്രവർത്തനങ്ങളുമായി പട്ടിണിയും വിശപ്പൊക്കെ സഹിച്ച് നമ്മൾ ക്ഷമാപൂർവ്വം ഒരു മാസത്തെ നോമ്പ് പൂർത്തിയാക്കി ഒരു ബ്രേക്ക്, പിറ്റേന്ന് മുതൽ നോമ്പ് തന്നെയാണ് നമ്മൾ നോക്കണം. ആ ഒരു ദിവസം അതിൻ്റെ പരിസമാപ്തി കുറിക്കുമ്പോൾ ഈദുൽ ഫിത്തർ എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഒരു ദിനം തന്നെയാണത്. അതുതന്നെയാണ് പെരുന്നാൾക്ക് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നന്മകൾ നിറഞ്ഞൊരു ദിനമാണിത്. നമ്മൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈദുൽ ഫിത്തറിൻ്റെ അന്ന് എന്ത് ചെയ്യണം, കുറച്ച് വൈകി നമുക്ക് ഈദ്ഗാഹ് നടത്താം. ഈദുൽ അദ്ഹ അന്ന് കുറച്ച് നേരത്തെയാണ് നടത്തേണ്ടത് എന്ന് ഫിഖിൽ കാണാൻ പറ്റും. അതിന് കാരണമായി പറയുന്നത് ഈ ഈദുൽ ഫിത്തറിൻ്റെ അന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ആളുകൾക്ക് മിസ്കീന്മാർക്കൊക്കെ നമുക്ക് സക്കാത്തുൽ ഫിത്തർ എത്തിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ എത്തിച്ചു കൊടുക്കാൻ കുറച്ച് സാവകാശം കിട്ടുകയാണ് നല്ലത്. എന്നാൽ ഈദുൽ അദ്ഹൻ്റെ അന്ന് ബലിയാണ്, അത് വേഗം പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് വന്ന് ബലി അറുക്കലാണല്ലോ നമുക്ക് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നേരത്തെ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ ഈ ദിനങ്ങളെന്ന് പറഞ്ഞാൽ. ബലി മാംസമായിരുന്നാലും അത് പിന്നെ ബലി പെരുന്നാളിന് ഇതിനാണെങ്കിൽ എല്ലാ വീടുകളിലും ഭക്ഷണം എത്തുന്ന അരി എത്തുന്ന ഒരു ദിനമാണിത്. നമ്മൾ എല്ലാ വിധത്തിലും നന്മ നിറഞ്ഞൊരു സന്തോഷം. ഇപ്പോൾ ഈദ്ഗാഹിൽ പോയി നിസ്കരിക്കുമ്പോഴും തക്ബീറുകളും മുഴക്കുമ്പോഴൊക്കെ നമുക്ക് സന്തോഷമാണല്ലോ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈദിൻ്റെ സന്തോഷം നന്മയാണെന്നും ആ നന്മകളിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയാൽ ഈ സന്തോഷം നമുക്ക് ഇല്ലാതാകുമെന്നും ഈ നന്മകളെ നമ്മൾ കൂടുതൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് തീർച്ചയായും സന്തോഷമുണ്ടാകും. നമുക്ക് ഏറ്റവും അധികം ആഹ്ലാദവും ആനന്ദവും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.